ഓം ശാന്തി. സദാ മനനശക്തി വഴി ലയിച്ച അവസ്ഥയിലൂടെ സാഗരത്തിൽ സമാവേശമാകുന്ന അനുഭവം ചെയ്യുന്ന അനുഭവീമൂർത്തിയായി ഭവിക്കട്ടെ. അനുഭവങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള ആധാരമാണ് മനനശക്തി. മനനം ചെയ്യുന്നവർ സ്വതവേ ലയിച്ച സ്ഥിതിയിലായിരിക്കുന്നു. ലയിച്ച അവസ്ഥയിൽ യോഗം ചെയ്യേണ്ടി വരില്ല. അതായത് നിരന്തരം യോഗസ്ഥിതിയിലായിരിക്കും, പരിശ്രമിക്കേണ്ടി വരുന്നില്ല. ലയിച്ച സ്ഥിതി എന്നാൽ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ തന്നെ സമാവേശമായിരിക്കുകയാണ്. ആരും തന്നെ വേർപെടുത്താൻ കഴിയാത്ത വിധത്തിൽ സമാവേശമായിരിക്കും. അതിനാൽ പരിശ്രമത്തിൽ നിന്നും ഒഴിവായി. സാഗരൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് അനുഭവങ്ങളുടെ ചെറിയ കുളത്തിലല്ല സ്നാനം ചെയ്യേണ്ടത്, എന്നാൽ സാഗരത്തിൽ സമാവേശമാകുക. അപ്പോഴാണ് അനുഭവീമൂർത്തി എന്ന് പറയുക. ഓം ശാന്തി.